നമുക്കിന്ന് എൻ്റെ സൈറ്റിൽ കോൺക്രീറ്റ് വിശേഷം നോക്കാം. ഇന്ന് ലിൻഡലും സൺഷെയ്ഡും സ്റ്റെയറും കോൺക്രീറ്റാണ്. നേരത്തെ തന്നെ കോൺക്രീറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് 9 മണിയാകുമ്പോഴേക്കും കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, കോൺക്രീറ്റിൻ്റെ ഇടയിൽ സ്ലാബിന് ഷട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മോളിൽ വന്ന് നോക്കിയപ്പോഴാണ് ഇന്ന് സ്പോർട്സ് ഡേ ആണ്. സ്കൂളിലെ ടീച്ചേഴ്സും പിള്ളേരൊക്കെ സ്പോർട്സിന് തിരക്കിലായപ്പോൾ ഞാൻ കുറച്ച് നേരം അതും നോക്കി നിന്നു. പിന്നെ നമ്മുടെ സ്ലാബിൻ്റെ ഷട്ടറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്കൂളിൽ കുട്ടികളുടെ ഓട്ട മത്സരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നു. ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടിയിട്ട് PT സാർ കുറച്ച് സോങ്ങൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. ഞാനും അതൊക്കെ കേട്ട് കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് സ്ലെം എടുക്കാൻ പോകാൻ വിചാരിച്ചു. സൈഡിൽ കോൺക്രീറ്റ് മിക്സ് റെഡി ആയിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സ്ലെം എടുക്കണം. സ്ലെം എടുക്കുന്നത് 3 ലെയറായിട്ട് ഫില്ല് ചെയ്യുക. 3 ലെയർ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലെയർ ഫില്ല് ചെയ്ത ശേഷം 25 പ്രാവശ്യം മിനിമം എങ്കിലും അതിൽ ടൈമിങ് ചെയ്യണം. അതുപോലെ സെക്കൻഡ് ലെയർ നിറയ്ക്കുക, 25 പ്രാവശ്യം ഇടിക്കുക. പിന്നെ മൂന്നാമത്തെ ലെയർ നിറയ്ക്കുക, 25 പ്രാവശ്യം ഇടിക്കുക. എന്നിട്ട് ടോപ്പ് വരെ ഫില്ല് ചെയ്ത് വെക്കുക. ഞാൻ വീഡിയോ എടുക്കലും ഈ സ്ലെം എടുക്കലും കൂടി ആകുമ്പോൾ എനിക്ക് കഷ്ടപ്പാടായി. അപ്പോൾ ഒരു പണിക്കാരൻ വന്നിട്ട് എന്നോട് ചെയ്തിട്ടേ ചോദിച്ചു. അപ്പോൾ ഒന്നും നോക്കില്ല, ആ ദണ്ടങ്ങൾ കൊടുത്തു ഇടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇതൊന്ന് സ്ലെമ്മ് പൊക്കിയെടുത്തോളം നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ എന്നെ അവർ ഒരുപാട് സഹായിച്ചു. അതിനുശേഷം സ്ലെമ്മിൻ്റെ വാല്യൂ ഒക്കെ നോക്കിയതിന് ശേഷം ക്യൂബ് റെഡിയാക്കാൻ വേണ്ടി പോയി. M ക്യൂബിനനുസരിച്ച് നമ്മൾ ക്യൂബിൻ്റെ എണ്ണം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മുടെ ലിസ്റ്റ് ഇടാം. കണ്ടില്ലേ, ഓയിലൊക്കെ തേച്ച ശേഷം ഇതിലും 3 ലെയറായിട്ടാണ് നിറയ്ക്കേണ്ടത്. ഫസ്റ്റ് ലെയർ ആക്കുക, 25 പ്രാവശ്യം ഇടിക്കുക. പിന്നത്തെ ലെയർ നിറയ്ക്കുക, 25 പ്രാവശ്യം ഇടിക്കുക. പിന്നെയും ലെയർ ആക്കിയിട്ട് ഇടിച്ചതിന് ശേഷം ടോപ്പ് ലെയർ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ ക്യൂബ് എടുക്കാനുള്ളതായി. 7th ഡേയിലും 28th ഡേയിലും നമ്മൾ ക്യൂബ് പൊട്ടിക്കാറുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. അത്യാവശ്യം നന്നായി ഇടിച്ചു കൊടുത്ത് നല്ല ഫിനിഷിങ്ങോടെ വയ്ക്കുക. അവസാനം കുറച്ചൊന്ന് ഡ്രൈ ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ ഡേറ്റും ഏതാ കോൺക്രീറ്റ് മെമ്പർ വെച്ച് അതിൻ്റെ ഒരു പേരും ജസ്റ്റ് എഴുതി കൊടുത്താൽ കറക്റ്റ് അറിയും. പിന്നെ നമുക്ക് ചെറിയ പണി കിട്ടിയത് എന്താ വെച്ചാൽ അപ്പോഴേക്കും ചെറിയ മഴ വരുന്നുള്ളൊരു അറേഞ്ച്മെൻറ്റൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ടാർപ്പേ കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്താണ് സ്പോർട്സിന് പോയി കുട്ടികളൊക്കെ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. ചെറിയ മഴ കാരണം അവർക്കും വലുതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വിചാരിക്കുന്നു. പക്ഷേ ആ കഷ്ടപ്പാട് ഒരുപാട് നേരം ഉണ്ടായിരുന്നില്ല. ഒരു 5 മിനിറ്റ് പെയ്തും കൊണ്ട് മഴ പോയില്ല. പക്ഷെ മഴക്കാറ് മാറിയിട്ടില്ല. മഴയത്തും വെയിലത്തൊക്കെ കോൺക്രീറ്റ് അത്യാവശ്യം മെല്ലെയാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. ആ എൻഡിൽ നിന്ന് ഇവിടെയോട്ട് എടുത്തപ്പോൾ തന്നെ ഈവനിങ് ആയി. പിന്നെ ക്യൂബ് എടുക്കലും സ്ലം എടുക്കലൊക്കെ ആയതുകൊണ്ട് എൻ്റെ കൈ ഫുൾ ചളിയായതുകൊണ്ട് ഞാൻ കഴുകാൻ പോയി. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇന്ന് എന്താണെന്നറിയില്ല, കോൺക്രീറ്റ് നല്ലോണം വൈകിയതുകൊണ്ട് പണിക്കാർക്ക് ചായയും ഞാനൊരു കോഫിയും വാങ്ങി കുടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞതും ഒരുപാട് രാത്രിയായപ്പോൾ സ്കൂൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് കുഴിയുണ്ട്. അപ്പോൾ ഞാനും ആ ഗോപാലേട്ടനും കൂടി അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാമെന്ന് കരുതി. കുറച്ച് കോൺക്രീറ്റ് ഇവിടെ നിന്ന് എടുത്ത് പോയിട്ട് അവിടെ ഇട്ട് കൊടുത്ത് ഫില്ലൊക്കെ ചെയ്തു. ഇതേ കണ്ടില്ല, അപ്പോഴേക്ക് ഒരുപാട് രാത്രിയായി. നൈറ്റിലോട്ട് കോൺക്രീറ്റ് എത്തുന്നത് കരുതാത്തതുകൊണ്ട് ലേറ്റ് അറേഞ്ച്മെൻറ്റും ചെയ്യാൻ പറ്റില്ല. പിന്നെ പുള്ളിക്കാരൻ്റെ ലോറിയും എൻ്റെ ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് കുറേ നേരം കോൺക്രീറ്റ് ചെയ്തത്. പിന്നെ ചാർജ് ഇറങ്ങിയല്ലോ എന്ന് കരുതി ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ അതൊന്ന് ഓഫാക്കി. മുകളിലുള്ളവർ ലെവൽ ചെയ്യാൻ വേണ്ടി എമർജൻസി ലൈറ്റാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺക്രീറ്റൊക്കെ തീരെ ഇനി ഏകദേശം 1 മണിക്കൂറോളൊക്കെ എത്തും. അപ്പോൾ ഞാൻ കരുതി കുറച്ച് റോഡിൻ്റെ സൈഡിലുള്ള ഫ്ലൈ ഓവറിന് മേലെ പോയി കുറച്ച് കാഴ്ചയൊക്കെ കാണാമെന്ന്. ഇവിടെ ആകുമ്പോൾ നല്ലോണം കാറ്റും കിട്ടും, പാട്ട് കേട്ട് നിന്നാൽ നല്ല കാഴ്ചയും കാണും. 7% ചാർജ് ഉള്ളത് ഞാൻ അവസാനം 2% ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കോൺക്രീറ്റിൻ്റെ അവസാനം എത്താറായി. ഈ സ്റ്റെയറും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിൽ പോകാം, പണിക്കാർക്ക് അവൻ്റെ വീട്ടിൽ പോകാം. ഓവർ നൈറ്റിലും എന്നെക്കാളും ഉഷാറായിരുന്നു അവർക്കൊക്കെ. വേഗം പണി തീർത്ത് പോകാമെന്നുള്ളത് കൊണ്ടായിരിക്കും. ഞാനാണെങ്കിൽ നിന്നും മതിയെ കുറേ നേരം നടക്കും. എൻ്റെയിലാണെങ്കിൽ ഫോണിലോട്ട് ചാർജുമില്ല. 9 മണിയാകുമ്പോഴേക്കും കോൺക്രീറ്റ് അവസാനിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് 9:30 ഞാൻ ഇറക്കി. 1% ചാർജ് ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം അമ്മയ്ക്ക് മെസ്സേജ് ഇട്ട് വെച്ചു. ഇനി എങ്ങാനും സ്വിച്ച് ഓഫ് ആയിട്ട് അവർ ടെൻഷൻ ആവണ്ടല്ലോ. ഇനിയിപ്പോൾ പോയി കുളിച്ച് കഴിച്ച് കിടന്നുറങ്ങണം. ഗുഡ് നൈറ്റ്.